അരുൺ, ഇത്തവണത്തെ മണ്ഡലകാലം ഏറെ പ്രത്യേകതകൾ നിറഞ്ഞത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായൊക്കെ ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലം കൂടിയാണ്. എന്തായാലും ഒരു ഭാഗത്തെ അന്വേഷണമൊക്കെ പുരോഗമിക്കുന്നുണ്ട്. അതോടൊപ്പം ഇന്ന് നട തുറക്കുമ്പോൾ അവിടെ എല്ലാ ഒരുക്കങ്ങളും സജ്ജമായി കഴിഞ്ഞു. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? നമുക്ക് പ്രതിനിധികളിലേക്ക് എത്താം. മണ്ഡലകാല തീർത്ഥാടനത്തിനായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5 മണിക്ക് തുറക്കുകയാണ്. സന്നിധാനത്തേക്ക് അയ്യപ്പന്മാർ കൂട്ടത്തോടെ എത്തുന്ന കാഴ്ച നമ്മൾ നേരത്തെയും കണ്ടതാണ്. ചില പരാതികളൊക്കെ ഉയർന്നിരുന്നു KSRTC സർവീസുമായി ബന്ധപ്പെട്ട്. പക്ഷേ അത്തരം അപാകതകളൊക്കെ പരിഹരിക്കും എന്ന് അധികൃതർ പറയുന്നുണ്ട്. എന്തായാലും ഇത്തവണത്തെ മണ്ഡലകാലം ഒരല്പം വിവാദങ്ങൾ കൂടി നിറഞ്ഞ കാലം എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കൊക്കെ അറിയാം, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. അന്വേഷണത്തിൻ്റെ ഭാഗമായ പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്തുണ്ട് എന്നുള്ളതാണ്. അതുമാത്രമല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പുതിയ പ്രസിഡന്റാണ് K ജയകുമാർ. അദ്ദേഹവും സന്നിധാനത്ത് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും വരുന്നുണ്ട്. എന്തായാലും 5 മണിക്ക് തന്നെ നട തുറക്കും. ഭക്തരുടെ ഒരു ഒഴുക്ക് തന്നെയാണ് മണ്ഡലകാല ആരംഭത്തിൽ ഉള്ളത്. അരുൺ കൊടുങ്ങൂറിലേക്ക് പോവുകയാണ്. അരുൺ, പറയൂ. അങ്ങനെ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം, എല്ലായിടങ്ങളിലും ശരണവിളികൾ അങ്ങനെ മുഴങ്ങി കേൾക്കുന്നു. എന്തായാലും നടപ്പന്തലൊന്നാതെ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ പിന്നെ ഒരു പ്രത്യേകത, ഇത്തവണ ഒരു കർശനമായ ഒരു നിയന്ത്രണം കൂടി, മാധ്യമങ്ങൾക്ക് കൂടി കർശനമായ ഒരു നിയന്ത്രണം കൂടി ഏർപ്പെടുത്തിയിരിക്കുകയാണ്. നേരത്തെയൊക്കെ സോപാനത്ത് നിന്ന് നമുക്ക് ഈ നട തുറക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ എടുക്കാമായിരുന്നെങ്കിൽ ഇത്തവണ കൃത്യമായ ഒരു നിയന്ത്രണം, ഹൈക്കോടതി ഉത്തരവിൻ്റെ പേരിലാണ് ഇപ്പോൾ ഒരു നിയന്ത്രണങ്ങൾ മാധ്യമങ്ങൾക്ക് വന്നിരിക്കുന്നത്. എന്തായാലും സോപാനത്തിന് അടുത്തേക്ക് പോകരുതെന്നുള്ള ഒരു കർശനമായ നിർദ്ദേശം. എന്തായാലും തിരുമുറ്റത്ത് മാത്രമാണ് ഈ ഒരു ദൃശ്യങ്ങൾ പകർത്താനുള്ള ഒരു അനുമതി നിലവിലുള്ളത്. എന്തായാലും എല്ലായിടങ്ങളും ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പ്രതിസന്ധികളുണ്ട്, അതോടൊപ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എല്ലായിടങ്ങളും അങ്ങ് ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം. ഏതാനും നിമിഷങ്ങൾ മാത്രം അയ്യപ്പസ്വാമിയെ കൺകുളിർക്കെ കാണുന്നതിനുള്ള ഭക്തരുടെ ആ ആഗ്രഹ സഫലീകരണത്തിന്റെ നിമിഷമായി മാറുകയാണ്. ഇനിയുള്ള ഏതാനും മണിക്കൂറുകൾ മാത്രം. താഴെ നടപ്പന്തലൊക്കെ അങ്ങ് നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഭക്തജനങ്ങൾ. എത്ര മണിക്കൂറുകൾ കാത്തുനിന്ന്, നിലയ്ക്കൽ മുതൽ പമ്പ മുതൽ കാത്തുനിന്നാണ് ഭക്തജന സഹസ്രങ്ങൾ, കോടികൾ, ഭക്തകോടികൾ സന്നിധാനത്തേക്കായി എത്തുന്ന. അങ്ങനെ എത്തിയ ഭക്തജനങ്ങളെല്ലാം ആദ്യ ദിവസം തന്നെ അയ്യപ്പസ്വാമിയെ കാണുന്നതിന് വേണ്ടി തടപ്പന്തലിൽ കാത്തു നിൽക്കുന്നു. ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നട തുറന്ന് ഇപ്പോഴത്തെ മേൽശാന്തി, നിലവിലെ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ശ്രീകോവിലിൽ ദീപം തെളിയിക്കും. തുടർന്ന് 18-ാം പടിക്ക് താഴെ നിയുക്ത മേൽശാന്തിമാരായ ശബരിമല മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന പ്രസാദ് നമ്പൂതിരി, ഒപ്പം മാളികപ്പുറം മേൽശാന്തി മനു നമ്പൂതിരി, 2 പേരും ഇരുമുടിക്കെട്ടുമായി 18-ാം പടിക്ക് താഴെ ഉണ്ടാകും. ഇപ്പോഴത്തെ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി 2 പേരെയും 18-ാം പടിയിലേക്ക് കയറ്റി ആനയിച്ച് സോപാനത്തിന് സമീപത്തേക്ക് കൊണ്ടുവരും. പിന്നീട് 6:30-ക്കാണ് പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നത്. നിയുക്ത മേൽശാന്തിമാരുടെ അഭിഷേക ചടങ്ങ് 6:30-ക്ക് നടക്കും. പ്രസാദ് നമ്പൂതിരി, ശബരിമല നിയുക്ത മേൽശാന്തിയുടെ അഭിഷേക ചടങ്ങ് 6:30-ക്ക്. അതേസമയം തന്നെ മാളികപ്പുറം മേൽശാന്തി മനു നമ്പൂതിരിയുടെ അഭിഷേക ചടങ്ങ് മാളികപ്പുറത്തും നടക്കും. ഇന്നത്തെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ ഇതാണ്. പ്രത്യേക പൂജകളൊന്നുമില്ല. നാളെ വൃശ്ചിക പുലർച്ചെ 3 മണിക്ക് പുതിയ മേൽശാന്തിമാർ അയ്യപ്പസ്വാമിയുടെ നട തുറന്ന് ഭക്തജനങ്ങൾക്ക് ദർശനം നൽകുന്നതോടുകൂടി ഒരു തീർത്ഥാടന കാലത്തിൽ 2 മാസത്തെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത്, എന്തൊരു അന്തരീക്ഷത്തിൽ തന്നെ എന്തൊരു വലിയ മാറ്റമാണ് ഈ ഭഗവാന്റെ ഈ സന്നിധിയിൽ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ആദ്യം കയറി വന്ന ആ ഒരു സമയത്ത് എല്ലായിടങ്ങളിലും അങ്ങ് ശാന്തത. പക്ഷേ ഇപ്പോൾ ഭക്തരെ ശരണം വിളിയുടെ ആ ഒരു പവർ തന്നെയാണ് ഭക്തിയുടെ പാരമ്യത്തിലേക്കൊക്കെ എത്തുന്നു എന്ന് പറയുന്നതിന്റെ ആ കാഴ്ചയാണ്. ഇനി ഏതാനും നിമിഷം മതി അയ്യപ്പസ്വാമിയെ കൺകുളിർക്കെ കാണുക, മനസ്സ് നിറഞ്ഞ് കാണുക. എത്രയോ നാളത്തെ ഓരോ തവണയും ഓരോ മണ്ഡലകാലമാകാൻ വേണ്ടി ഇങ്ങനെ ആറ്റുനോറ്റ് കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങൾ, അത് ഓരോ വർഷമാകുമ്പോഴും അവരുടെയൊക്കെ ഒരു പ്രാർത്ഥനയുടെ ആഗ്രഹ സഫലീകരണത്തിന്റെ ഓരോ ഐശ്വര്യവും ഓരോ ആഗ്രഹവും ഒക്കെ അവർക്ക് കഴിഞ്ഞ മണ്ഡലകാലത്തൊക്കെ പൂർത്തിയായതിന്റെ സമർപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ തവണ ഓരോ വഴിപാടുകൾ, ഓരോ ആഗ്രഹങ്ങൾ, അതിന്റെയൊക്കെ സഫലീകരണത്തിന് വേണ്ടി പ്രാർത്ഥന നടത്തുന്ന ഭക്തജനങ്ങളാണ് ഈ തവണ ഒരു വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇപ്പോൾ സന്നിധിയിലേക്ക് എത്തുന്നത്. നാടുകൾക്കപ്പുറത്തേക്ക് മലയാള നാടിനെ ഒന്നാകെ ഭക്തിസാന്ദ്രമാക്കിക്കൊണ്ടുള്ള ആ ഒരു മനോഹരമായുള്ള യാത്ര, ഗ്രാമ നഗര വീഥികളൊക്കെ തന്നെ ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകുന്ന ആ ഒരു സമയം. അതോടൊപ്പം തന്നെ ഒരുപാട് കിലോമീറ്ററുകൾ താണ്ടി നീലിമല കയറി ഈ ഭഗവാന്റെ സന്നിധിയിലേക്ക് ഇവിടെ എത്തുന്നു. ഇനി ആ ഒരു മണ്ഡലകാലത്തിന് തിരിതെളിയാൻ, മണ്ഡലകാലത്തിന് തുടക്കമാകാനുള്ള ആ ഒരു കാത്തിരിപ്പ്. നമുക്കറിയാം, ഈ ശരണം വിളികളാൽ മുഖരിതമാകുന്ന ഒരു അന്തരീക്ഷം
അന്തരീക്ഷം ഈ സന്നിധാനത്തൊന്നാകെ എത്തുന്നു. നടപ്പന്തലിലേക്ക് വരെയാണ് ഇപ്പോൾ ഭക്തർക്ക് ഇപ്പോൾ കൃത്യമായി കയറ്റിവിടുന്നത്. ഇതിനുശേഷം 18-ാം പടി കയറി വരുന്നു. ആ ഒരു ആത്മീയമായ അനുഭൂതിയിലേക്ക് ഭക്തർ ഒന്നാകെ കടക്കുന്ന, ഒരേ മനസ്സോടെ ഒരേ ശരീരത്തോടെ അയ്യപ്പസ്വാമിയെ ഭജിക്കുക. എല്ലാവർക്കും ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, അത് അയ്യപ്പസ്വാമിയാണ്. അയ്യപ്പസ്വാമിയെ കാണുക എന്നുള്ളതാണ്. അതിനുവേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളാണ് താഴെ നടപ്പന്തൽ മുതൽ, പമ്പ മുതൽ, നിലയ്ക്കൽ മുതൽ, എരുമേലി മുതൽ ആ വഴിത്താരകളിലെല്ലാം ഉള്ളത്. എല്ലാ വഴികളും ശബരിമലയിലേക്കാകുക, ശരണമന്ത്ര ധ്വനികൾ മുഴത്രം മുഴങ്ങുക. അങ്ങനെയുള്ള 2 മാസമാണ് ഇനി അങ്ങോട്ട്. ഈ നേരത്തെ രോഹിണി സൂചിപ്പിച്ചിരുന്നു, ഒരുപാട് വിവാദങ്ങൾക്ക് നടുവിലാണ് ഈ ഒരു മണ്ഡലകാലം. ശബരിമലയെ സംബന്ധിച്ചോളം, ശബരിമലയുടെ ഭക്തരെ സംബന്ധിച്ചോളം, അയ്യപ്പൻ്റെ ഭക്തരെ സംബന്ധിച്ചോളം മനസ്സിൽ വലിയ വേദനകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അവർ അതൊക്കെ സമർപ്പിക്കുന്ന ഭഗവാനിലേക്കാണ്. ഈ 18-ാം പടി കയറി വരുമ്പോൾ അവരുടെ മുഖത്തേക്ക് വരുന്ന ആ ഒരു ചിരി, ആ ഒരു സന്തോഷം, അതുതന്നെയാണ് ഭഗവാൻ നൽകുന്ന ഏറ്റവും വലിയ ഒരു അനുഭവം, അല്ലെങ്കിൽ ആ തത്വമസി എന്നുള്ള ആ ഒരു പൊരുൾ. ആ ഒരു സമയത്തേക്കാണ് എന്തായാലും ഇനി ഏതാനും മിനിറ്റുകൾ മാത്രമാണ്. ഏകദേശം 4:50 തന്നെ ഈ ഒരു ചടങ്ങുകൾ ഒക്കെ തന്നെ തുടങ്ങും. അതിനായുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഭക്തസഹസ്രങ്ങൾ ഒക്കെ തന്നെ ഉള്ളത്. ഏകദേശം 5 മിനിറ്റ് മാത്രം. താഴെ നമ്മൾ എത്രയോ ഭക്തജനങ്ങളെ കണ്ടു. അവരുടെ എല്ലാ മുഖത്തുള്ളത് ഇനി അല്പസമയത്തിനുള്ളിൽ അയ്യപ്പസ്വാമിയെ കാണാലോ, ദർശിക്കാലോ, ദർശന പുണ്യം നേടാലോ എന്നുള്ള സന്തോഷം മാത്രമാണ്. സന്തോഷത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ആ അനുഗ്രഹം ലഭിക്കുന്നതിൻ്റെയും ഒക്കെ വലിയ ഒരു ഭക്തിയിലാണ്, ഭക്തിയുടെ പാരമ്യത്തിലാണ് ഭക്തജനങ്ങളെല്ലാവരും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ നട തുറക്കുന്നതിനുള്ള ചടങ്ങുകൾ തുടങ്ങും. അതിനുശേഷം താഴെ 2 നിയുക്ത മേൽശാന്തിമാരുമുണ്ട്. ഇരുമുടിക്കെട്ടുമായി അവിടെ മേൽശാന്തിമാരും കാത്തു നിൽക്കുന്ന ആ ചടങ്ങ് ശ്രീകോവിലിൽ നിന്നും ആഴിയിലേക്ക് ജ്വലിപ്പിക്കുന്നതിനുള്ള ദീപം മേൽശാന്തി 18-ാം പടി ഇറങ്ങി ആഴിയിൽ ജ്വലിപ്പിക്കുമ്പോൾ അത് വലിയ ഒരു 2 മാസത്തെ ആ മണ്ഡലകാലത്തിനുള്ള ഒരു തുടക്കമായി മാറുകയും കൂടി ചെയ്യുകയാണ്. പുണ്യമാസമാണ് ഇനി ഇങ്ങോട്ട്. അതെ, മലയാള നാടിനൊന്നാകെ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ എല്ലാ വഴികളും അങ്ങനെ നിറഞ്ഞ് ശരണം വിളികളാൽ മുഖരിതമാകുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് ഈ നാടൊന്നാകെ, മലയാള നാടൊന്നാകെ കിടക്കുകയാണ്. എന്തായാലും ഇനി ആ ഒരു കാത്തിരിപ്പ്, ആ ഒരു ഭഗവാന് മുന്നിലേക്ക് ഭഗവാനെ കാണാൻ ഇനി ഏകദേശം 5 മിനിറ്റ് 10 മിനിറ്റ് ആ ഒരു സമയം, ആ ഒരു നിശ്ചിത സമയത്തെ ഒരു കാത്തിരിപ്പാണ്. എല്ലാവരുടെയും മനസ്സിൽ ഭഗവാന്റെ ആ രൂപം, ഭഗവാനെ കാണുക എന്നുള്ള തീർച്ചയായും ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഭക്തസഹസ്രങ്ങളൊക്കെ ഉള്ളത്. എന്തായാലും അതിനായി നമുക്കും കാത്തിരിക്കാം. എന്തായാലും നമുക്ക് അത്രത്തോളം പ്രാർത്ഥനയും അത്രത്തോളം ആവേശം, എന്താ പറയുക, ഒരു വാക്കുകൾക്ക് അതീതമായ ഒരു അനുഭൂതിയിലാണ് ഞാനും. അരുൺ, മിഥുൻ, നമുക്ക് അപ്പോഴേക്കും എത്താം.